സാമി ഹേ ഗായ്സ്, കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഇന്നാണെങ്കിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം ആരും ഇല്ലായിരുന്നു, എല്ലാവരും ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള കുറച്ച് നേരം വെച്ചൊരു വീഡിയോ എടുക്കാം. ഇന്ന് CS ക്ലാസ്സിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു 6 പേരടങ്ങുന്ന ചെറിയൊരു ക്രിക്കറ്റ് മാച്ച് ആയിരുന്നു. അടിയൊക്കെ ഒരു മാച്ചിനിടയ്ക്ക് സാധാരണമാണല്ലേ. ഫസ്റ്റ് ഗെയിമില് ആൻഡോ കീപ്പറും അദ്വൈത് ബൗളറും ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നവനതും ആ ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാവം ആൻഡോ എത്ര ശ്രമിച്ചിട്ട് അങ്ങനെ കിട്ടണില്ല. നമുക്കിട്ടുള്ള അടുത്ത പണി വന്നിട്ടുണ്ട്. കളിക്കാൻ അറിയത്തില്ലെങ്കിൽ അത് ബോൾ എറിഞ്ഞവന്റെ കുറ്റാണെന്നേ നമ്മൾ പറയാൻ പാടുള്ളൂ. ദേ ഇതുപോലെ അനന്തനിലായിരുന്നു എല്ലാവർക്കും ഒരു പ്രതീക്ഷ, പക്ഷെ അതും പോയി. ഇനിയുള്ളത് ദീപക്കാണ്. അതും പറഞ്ഞിട്ട് കാര്യമില്ല, കണക്കാ. ഇനി ഏർബന്ത് കളിക്കാന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. ബാക്കി ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരെല്ലാം വെളിയിൽ ഇറങ്ങിപ്പോയി. പേടികൊണ്ടൊന്നും ആവില്ല, ഭയം കൊണ്ടാവും. 60ാമത്തെ വയസ്സിൽ വേണ്ടതെല്ലാം കുട്ടി 19ാമത്തെ വയസ്സിലേക്ക് കൈവരിച്ചിരിക്കുകയാണ്. ക്ലാസ്സിലെ ആസ്ഥാന രോഗികളിൽ ഒരാളാണ് ശ്രദ്ധ. ഇനി എത്ര പേരില്ലെന്ന് പറഞ്ഞാലും കൊതിഞ്ഞണക്ക് ഒരു കുറവുമില്ല. നമുക്ക് കുറച്ചാൾ മുന്നേ ഒരു ഫണ്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഓർമ്മ കാണും കുറച്ചു പേർക്കെങ്കിലും. അതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്ന്. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവളുമാർ എഴുതാനുള്ള അസൈൻമെന്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആകെ ഇതേ കിട്ടിയുള്ളൂ, അതും കൊണ്ടുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലാസ് വന്നപ്പോഴത്തേക്ക് ക്ലാസ്സിലൊന്നും ആരുമില്ല, അവന്മാര് മാത്രമുണ്ട് ക്രിക്കറ്റ് കളിക്കണേ. നമുക്കിനി എന്ത് ചെയ്യാൻ ആലോചിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ലൂഡോ കളിക്കാം എന്ന് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ചു പേരെല്ലാം കൂടി ഇന്ന് ലൂഡോ കളിച്ചു. ഈ അവസരത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത രേഷ്മ മിസ്സിനെയാണ്. മിസ് കാണുന്നുണ്ടല്ലോ അല്ലേ? എത്ര അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് ക്ലാസ് വന്നപ്പോഴും യുവമാരുടെ കളി കഴിഞ്ഞിട്ടില്ല. എന്തായാലും കാത്തിരുന്ന് എന്തായാലും കഴിഞ്ഞു. പിന്നെ ട്രോഫി കൊടുക്കലായി, ട്രോഫിയിൽ മുത്തയിടലായി, എല്ലാം കഴിഞ്ഞു. നമുക്കും കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ക്ലാസ്സും തുടങ്ങി, മഴയും പെയ്തു. മഴ തീർന്നപ്പോഴത്തേക്കും ക്ലാസ്സും കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഇന്ന് നമ്മളൊരു 6-7 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സാമിക്കുട്ടി ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബസ് ഇറങ്ങുന്ന വരെ എന്തൊക്കെ കോപ്രാങ്കില് കാണണമെന്നറിയോ? ആ കാറിനകത്തിരുന്നത് ആരായാലും പുള്ളി ഒരു പാവം ആയതുകൊണ്ട് വെറുതെ വിട്ടു രണ്ടിനെ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൽ ഈ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ഏഞ്ചൽ നമ്മുടെ റൂട്ടിലല്ലാത്തതുകൊണ്ട് അവളുടെ സ്ക്രഞ്ചീസും വളയൊക്കെ തിരിച്ചു കൊടുത്തു. ഇനി ശ്രദ്ധ ഉണ്ടായിട്ട് ശ്രദ്ധയുടെ ഫോണിലാണ് ടാർഗറ്റ്. അതെന്തായാലും കിട്ടി. അങ്ങനെ ബസ് കയറിയപ്പോഴത്തേക്കും പിന്നെയും ഭയങ്കര മഴ. പിന്നെയും ഇവൻ കൂടുതലായോണ്ട് ഒരു ചതവിന്റെയും മുറിവിന്റെയും ഒക്കെ കഥ കിട്ട് അങ്ങനെ അങ്ങ് പോയി. കുളിക്കാൻ മടിയുള്ള അമാന ഇന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് വിൻഡോയും തുറന്നിട്ട് ഇരിപ്പായിരുന്നു. അടുത്തിരുന്ന നവനാഥ് മൊത്തം നനഞ്ഞപ്പോഴത്തേക്ക് അവളെ പിടിച്ച് ജനലിന് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി 2 ദിവസത്തേക്ക് കുളിയില്ല. കുളിയും കഴിഞ്ഞ് തോർത്തലും കഴിഞ്ഞു. മുടുക്കനായി ഇപ്പൊ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ ഓക്കെ, ബൈ.